അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആൻ സൂറത്ത് യാസീനെങ്കിലും ഇഖ്ലാസെങ്കിലും നീ ഒന്ന് ഓതിയിട്ട് ദുആ ചെയ്യണോ. അത് കഴിഞ്ഞാൽ വേണ്ട ഗുണമെന്തെന്നറിയുമോ? നിന്റെ ബാപ്പയോട് നിന്റെ ഉമ്മയോട് ജീവിച്ചിരിക്കുന്നവരോട് നീ അനുവാദം ചോദിക്കൂ, അവരോട് ദുആ ചെയ്യാൻ പറ. അവരുടെ ദുആ നിനക്ക് ബർക്കത്ത് നേടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീടിൻ്റെ അകത്ത് കയറാൻ വല്ലാത്ത മടിയാ, വീട്ടിലേക്ക് പോകാൻ മടിയാട്. കാരണം സമാധാനമില്ല. ലക്ഷങ്ങൾ കൊടുത്ത് പണിതിട്ടിരിക്കുന്ന വീടിൻ്റെ അകത്ത് കയറാൻ മടിയാട്. ചെറുപ്പക്കാര് കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. 9 മണിയായി വീട്ടിൽ പോകുന്നില്ല, 10 മണിയായി വീട്ടിൽ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ. അവന് വീടിൻ്റെ അകത്ത് കയറാൻ സമയമില്ല. വീടിൻ്റെ അകത്തിരിക്കുന്ന ഭർത്താവിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാ മതി. കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നത് എന്തിനാ? സമാധാനത്തിന് വേണ്ടിയാ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, വീട്ടിൽ സമാധാനം വേണോ? വീട്ടിൽ ബർക്കത്ത് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ രക്തം വിയർപ്പാക്കി നീ അധ്വാനിച്ച പൈസ കൊണ്ട് പണിത നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണോ? അതിനകത്ത് ബർക്കത്ത് വേണോ? അതിനകത്ത് നിനക്ക് രക്ഷ വേണോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിയോട് നബിയാണ് പറയുന്നത്, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വീട്ടിൽ സമാധാനം വേണോ? വീട്ടുകാർക്ക് അഭിവൃദ്ധി വേണോ? അല്ലാഹു നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണോ? അല്ലാഹു നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യാ ബുനയ്യാ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലി. വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവര്, വീട്ടിൽ ചെന്നാ സമാധാനമില്ലെന്ന് പറയുന്നവര്, നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് ലഭിക്കാനുള്ള വഴിയാണ് ലോകത്തിന്റെ നേതാവ് പറയുന്നത്. എന്തേ ചെയ്യേണ്ടതെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക. നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ അഹ്ലുകാരോട്, നിന്റെ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സലാം പറഞ്ഞ അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏ അനസ് മോനെ, വീട്ടിൽ പോകുമ്പോ നീ നിന്റെ വീട്ടുകാരോട് സലാം പറ. സലാം പറഞ്ഞാൽ നിനക്കും മടക്കിയ നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറയാൻ മടി കാണിക്കരുത്. സലാം പറയാൻ മടി കാണിക്കരുത്. ആ പറയുന്നതിലൂടെ അല്ലാഹു നിന്റെ വീട്ടിൽ ബർക്കത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ സാമീപ്യം വേണോ? അല്ലാഹുവിലേക്ക് അടുക്കണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? ആരെങ്കിലും ആദ്യമാരാണോ സലാം പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ ബറക്കത്ത് വേണമെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും നീ സലാം പറയണം, അവർ സലാം മടക്കണം. എങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറയണം. ഇനി നിന്റെ വീട്ടിൽ ആരുമില്ല, നിന്റെ കടയിൽ എവിടെ പോയാലും സലാം പറയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിൽ ആരുമില്ല, അടച്ചിട്ടിരിക്കുക, എങ്കിലും വീട്ടിൽ പോകുമ്പോൾ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പറയണം. കടയിലേക്ക് പോകുന്നു, ഷട്ടർ തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് നീ വാതിൽ അങ്ങോട്ട് തുറക്കുന്ന സമയത്ത് പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആരൊക്കെ കാണും അവിടെ? ഒന്നുമില്ലെങ്കിലും മലക്കുകളെങ്കിലും കാണൂലേ ചങ്ങാതി? മലക്കുകളെങ്കിലും കാണൂലേ? നീ നിന്റെ കടയിലേക്കാകട്ടെ, നിന്റെ വാഹനത്തിലേക്കാകട്ടെ, എവിടെ പോകുമ്പോഴും നീ സലാം പറ. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് സലാം പറയല്ലേ? സലാമിൻ്റെ മഹത്വം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് സമയമില്ല, പെട്ടെന്ന് നിർത്താം. സലാം പറയില്ലേ? പറ, വീട്ടിലേക്ക് പോ, ഒരു നാണക്കേടും വേണ്ട. മക്കളോടും ഭാര്യയോടും സലാം പറ, സലാം പറയാൻ പഠിപ്പിക്ക്. ആദ്യം ഫോൺ വന്നാൽ ഹലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അതാണല്ലോ ഹലോ, അല്ല സലാം പറഞ്ഞു പഠിക്കുക സഹോദരങ്ങളെ. ആരാപ്പ സലാം പറയുന്നത്? ഫോൺ വിളിക്കുമ്പോൾ സലാം പറയുന്നവർ വളരെ കുറവാണ്. സലാം പറ, ഭാര്യയോട് മക്കളോട് എല്ലാവരോടും സലാം പറഞ്ഞ് ആ ഒരു നല്ല ശീലമുണ്ടാക്കിയെടുക്ക്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു